നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയെ ഇളക്കിമറിച്ച് കഴിഞ്ഞ വർഷം ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് പരിധിയുണ്ടായിരുന്നില്ല. ഇന്നിതാ അവർ UAEയുടെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വീണ്ടും പ്രവാസികളുടെ നെഞ്ചുടിപ്പേറ്റി UAEക്ക് നേരെ യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു. ഈ മാസം മൂന്നാമത്തെ മിസൈൽ ആക്രമണമാണ് UAEക്ക് നേരെ ഇവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ പുതിയ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടമുണ്ടായില്ല. UAEയുടെ മിസൈൽ പ്രതിരോധ കവചം ഈ ആക്രമണം ചെറുക്കുകയായിരുന്നു. UAEക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നത് ഇന്ത്യൻ പ്രവാസികൾക്കും ആശങ്കയുണ്ടാകുന്ന കാര്യമാണ്. ആദ്യ ആക്രമണത്തിൽ തന്നെ 2 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ പൗരനും ഉൾപ്പെടെ 3 പ്രവാസികളാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോഴുണ്ടായ ആക്രമണം രാഷ്ട്രീയമായി ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് UAEയിലെത്തിയ പിന്നാലെയാണ് പുതിയ ആക്രമണം നടന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം. ഇറാന്റെ പിന്തുണയോടെയാണ് ഹൂതികളുടെ നീക്കമെന്നാണ് ഉയരുന്ന ആരോപണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. തിങ്കളാഴ്ചയുണ്ടായ ആക്രമണത്തിൽ UAEക്ക് കാര്യമായ നഷ്ടമില്ല. ആൾതാമസമില്ലാത്ത പ്രദേശത്താണ് മിസൈൽ അവശിഷ്ടങ്ങൾ വീണത്. ജനുവരി 17 ായ ആദ്യ ഹൂതി ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 3 വിദേശികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുള്ള തിരിച്ചടിയായി യമനിൽ സൗദി സഖ്യസേന ശക്തമായ ആക്രമണം നടത്തി. 12 പേരാണ് അന്ന് യമനിൽ കൊല്ലപ്പെട്ടത്. ഓരോ ആഴ്ചയിലും ഹൂതികൾ UAEക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുകയാണ്. ഇപ്പോൾ ആദ്യ ആക്രമണം ജനുവരി 17 രണ്ടാമത്തെ ആക്രമണം നടന്നത് ജനുവരി 24 മൂന്നാമത്തെ ആക്രമണം ജനുവരി 31 മിസൈൽ ആക്രമണങ്ങൾ ചെറുക്കാൻ അമേരിക്കൻ നിർമ്മിത പ്രതിരോധ കവചം UAEയിലുണ്ട്. ഇതുപയോഗിച്ചാണ് മിസൈലുകൾ തകർത്തത്. വിദേശ കമ്പനികൾ UAE വിട്ടു പോകണമെന്ന് ഹൂതി വക്താവ് ആവശ്യപ്പെടുകയുണ്ടായി. ഇനി ആക്രമണം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണം നടക്കുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഒട്ടേറെ വിദേശ കമ്പനികൾ പ്രവർത്തിക്കുന്ന രാജ്യം കൂടിയാകുന്നു UAE. ഈ സാഹചര്യത്തിൽ ഹൂതികളുടെ നീക്കം UAEക്ക് കനത്ത തിരിച്ചടിയായിരിക്കും നൽകുക. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് UAEയിലെത്തിയത് ഞായറാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ UAE സന്ദർശനമാണിത്. UAEയും ഇസ്രായേലും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. ശേഷം ഇരു രാജ്യങ്ങളും ഒട്ടേറെ സഹകരണ കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ പ്രസിഡന്റിന്റെ സന്ദർശനം. ഹൂതികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സന്ദർശനത്തിൽ മാറ്റം വരുത്തില്ലെന്ന് ഇസ്രായേൽ പ്രസിഡന്റിന്റെ വക്താവ് അറിയിച്ചു. UAEയിലെത്തിയ ഇസ്രായേൽ പ്രസിഡന്റ് UAE കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തി. UAEക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ഇസ്രായേൽ പ്രസിഡന്റ് അപലപിച്ചു. ഇന്ന് വൈകിട്ട് ഇസ്രായേൽ പ്രസിഡന്റ് നാട്ടിലേക്ക് തിരിക്കും. അതിനു മുമ്പ് ഇദ്ദേഹം UAE എക്സ്പോ സന്ദർശിക്കും. ഹൂതികൾ UAE ആക്രമിക്കുന്നത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നു. യമനിൽ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുന്ന സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേനയിൽ അംഗമാണ് UAEയും. UAEക്കെതിരെ ആക്രമണം നടത്തി അവരെ യമനിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഹൂതികളുടെ ലക്ഷ്യം. യമൻ സർക്കാരിനെതിരെ 2015 വിമതരായ ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. ഇന്ന് യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. പഴയ സർക്കാരിനെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അറബ് സഖ്യസേന യമനിൽ ഇടപെട്ടത്. എന്നാൽ ഈ ഇടപെടൽ വർഷങ്ങൾ നീണ്ട യുദ്ധത്തിലേക്ക് മാറി. സൗദിക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുന്ന ഹൂതികൾ ഇപ്പോൾ പ്രവാസികൾക്ക് ആശങ്കയേറുകയാണ്. ഹൂതികളുമായി ചർച്ച നടത്താനുള്ള ശ്രമം UN മധ്യസ്ഥതയിൽ നടന്നിരുന്നു. എങ്കിലും വിജയം കണ്ടിരുന്നില്ല. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ നിർണായകമായി തീരുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.